റോസ് ചെടികളിൽ പൂക്കൾ ഉണ്ടാകാനായി നമ്മൾ സാധാരണയായി വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ ഈ കൊടുക്കുന്ന വളങ്ങൾ എല്ലാം തന്നെ റോസ് ചെടി നല്ല രീതിയിൽ വലിച്ചെടുക്കണമെങ്കിൽ അവയുടെ റൂട്ട് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. അങ്ങനെ ഹെൽത്തി ആയി ഇരുന്നാൽ മാത്രമേ നമ്മുടെ റോസ് ചെടിക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ വലിച്ചെടുക്കാനും അതിൽ നല്ല തളിരുകൾ ഉണ്ടാവാനും അതിലെല്ലാം നിറയെ പൂക്കൾ ഉണ്ടാവാനും സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മൾ ഇവിടെ നല്ല രീതിയിലുള്ള റൂട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുത്താൽ മാത്രമേ നമ്മുടെ റോസ് ചെടി ഹെൽത്തി ആയിരിക്കുള്ളൂ. ഈ റോസ് ചെടികളെല്ലാം പൂക്കൾ ഉണ്ടായി ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. ഇപ്പോൾ അതെല്ലാം പ്രൂൺ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ അടുത്ത സെറ്റ് വളം ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനു മുൻപായി നമ്മൾ ഇവിടെ റൂട്ട് ട്രീറ്റ്മെന്റ് ചെയ്തു കൊടുക്കണം. എന്നാൽ മാത്രമേ അവയ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടുകയുള്ളൂ. ഇതിനായി ഞാൻ ഇവിടെ കൊടുക്കുന്നത് ഹ്യൂമിക് ആസിഡ് ആണ്. ഇത് ഹ്യൂമിനോസ് 98 എന്നുള്ള വിൽക്കർഷിന്റെ ഒരു ഹ്യൂമിക് ആസിഡ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് 13-40-13 എന്ന റേഷ്യോയിലുള്ള NPK ആണ്. ഇത് നമ്മുടെ റൂട്ട് നന്നായിട്ട് ഡെവലപ്പ് ആവാനും എല്ലാ വളങ്ങളും വലിച്ചെടുക്കാനും സഹായിക്കും. ഇവിടെ ഇപ്പോൾ ഹ്യൂമിക് ആസിഡ് 1 ലിറ്ററിന് 1 ഗ്രാം എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 3 ലിറ്ററിന്റെ ബക്കറ്റാണ്. അതിൽ 3 ലിറ്റർ വെള്ളവും എടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ NPKയും ചേർത്താണ് നമ്മൾ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഹ്യൂമിക് ആസിഡ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് NPK 13-40-13 എന്ന റേഷ്യോയിലുള്ള നല്ലൊരു NPK ആണ്. ഇതും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് നല്ലൊരു റൂട്ട് ട്രീറ്റ്മെന്റിന് പറ്റിയ ഏറ്റവും നല്ലൊരു മെത്തേഡാണിത്. ചെടികൾ നന്നായിട്ട് വളരും. അതുമാത്രമല്ല റൂട്ടും നല്ല വെള്ള കളറിലുള്ള റൂട്ടുകൾ പുതിയതായി നമുക്ക് മുളച്ചു വരുന്നത് ശരിക്കും മണ്ണ് നീക്കി നോക്കിയാൽ തന്നെ കാണാനും പറ്റും. അത്രയ്ക്ക് ഇഫക്റ്റീവ് ആണ്. എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതുമാണ്. നമ്മുടെ റൂട്ട് നന്നായിട്ട് വളരുന്നില്ല അല്ലെങ്കിൽ ചെടികൾക്ക് വളർച്ച പോരാ എന്ന് തോന്നുന്ന എല്ലാവർക്കും ഇത് മേടിച്ച് ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് ആരും മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കൊടുത്ത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നല്ല ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുത്താൽ ചെടി നല്ല രീതിയിൽ തന്നെ പുതിയ തളിരുകൾ ഉണ്ടാവുകയും ചെയ്യും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമാവും. ഇനി നമുക്ക് എല്ലാം ചട്ടിയിലും ഓരോ കപ്പ് വീതം ഒഴിച്ചു കൊടുക്കാം. അധികം 1 ലിറ്റർ ഒന്നും ഒരു ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു ചെറിയൊരു കപ്പിൽ ഓരോ ചട്ടിയുടെയും ചുവട്ടിലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അതിനു മുൻപ് ചട്ടി നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നനച്ചതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉണങ്ങിയിട്ടില്ല, ഈർപ്പം അതിലുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കണം. എന്നിട്ട് മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി ചിലപ്പോൾ നമ്മുടെ വേരിനൊക്കെ ഒരു സ്ട്രെസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ എല്ലാ റോസ് ചെടികൾക്കും ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് കുറച്ച് റോസ് ചെടികളുണ്ട്. അതിനെല്ലാത്തിനും ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഞാൻ ഇതേപോലെ ചെറിയ റോസ് ചെടിയാണ് മേടിക്കാറുള്ളത്. നമ്മൾ വളങ്ങളെല്ലാം ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നല്ല ഷൂട്ടുകളെല്ലാം വന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കാതെ ഇരിക്കുക. താങ്ക്